ഇനി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള LDFന്റെ കേന്ദ്രവിരുദ്ധ സമരത്തിൽ നിന്നും വിട്ടുനിന്നു എന്ന വാർത്തകൾ നിഷേധിച്ച് കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി പങ്കെടുക്കാതെ മനഃപൂർവ്വം വിട്ടുനിന്നു എന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണ്. ചെയർമാൻ പരിപാടിയിൽ പങ്കെടുക്കാത്തത് കേരളത്തിന് പുറത്ത് യാത്രയിലായതിനാലാണ്. ഇക്കാര്യം മുൻകൂട്ടി LDF നേതൃത്വത്തെ അറിയിച്ചിരുന്നുവെന്നും ജോസ് കെ മാണിയുടെ ഓഫീസ് അറിയിച്ചു. ബിനിൽ ലീല സാബു വിവരങ്ങളുമായിട്ടുണ്ട്. ബിനിലെ, ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുന്നണി മാറ്റ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഈ കേരള കോൺഗ്രസ് എം ഒക്കെ മുന്നണി മാറിയേക്കും, ശ്രേയംസ് കുമാറിന്റെ പാർട്ടിയൊക്കെ മുന്നണി മാറിയേക്കും എന്ന രീതിയിൽ ചർച്ചകളൊക്കെ നടന്നു. പിന്നീട് കഴിഞ്ഞ ഇടതുമുന്നണി യോഗത്തിലും ഇവർ രണ്ടുപേരും പങ്കെടുത്തിരുന്നില്ല. തൊട്ടു പിന്നാലെ ഇപ്പോൾ ഇന്നത്തെ ഈ സമരത്തിലും പങ്കെടുത്തില്ല. അതിന് പിന്നാലെയാണ് ഈ അഭ്യൂഹങ്ങൾ കാട്ടുതീ പോലെ പടർന്നു വന്നത്. ജോസ് കെ മാണിയും അതേപോലെ തന്നെ ശ്രേയാംസ് കുമാറും ഒക്കെ വിട്ടുനിൽക്കുകയാണ്. ഈ മുന്നണിയിൽ പ്രശ്നങ്ങളുണ്ട്, ഇവരൊക്കെ അസ്വസ്ഥരാണ്, അതൃപ്തിയുണ്ട് എന്ന രീതിയിൽ വാർത്തകളൊക്കെ പ്രചരിക്കാൻ തുടങ്ങിയത്. ഇപ്പം ജോസ് കെ മാണിയുടെ ഓഫീസ് നൽകുന്ന വിശദീകരണം എന്താണ് ബിനിൽ? സേതു, അതുതന്നെയാണ്. ഇന്നത്തെ സമര പരിപാടിയിൽ ജോസ് കെ മാണി ഉണ്ടായിരുന്നില്ല. കേന്ദ്രത്തിനെതിരായ ഇടതുമുന്നണിയുടെ സമരമായിരുന്നു. ഇന്ന് പകൽ മുന്ന സമരമുണ്ട്. മുഖ്യമന്ത്രി അതിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ആ സമരത്തിൽ നിന്നാണ് വിട്ടുനിന്നതെന്ന് വാർത്തകൾ പുറത്തേക്ക് വന്നത്. അത് മനഃപൂർവ്വം വിട്ടുനിന്നതല്ല എന്നൊരു വിശദീകരണമാണ് ഇപ്പോൾ MP-യുടെ, അതായത് ജോസ് കെ മാണിയുടെ ഓഫീസിൽ നിന്നും അറിയിക്കുന്നത്. അദ്ദേഹം കൃത്യമായി പാർട്ടി അറിയിച്ച ശേഷമാണ്, മുന്നണി അറിയിച്ച ശേഷമാണ് അദ്ദേഹം പോയത്. കേരളത്തിന് പുറത്ത് യാത്രയിലായതിനാലാണ് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയാതിരുന്നത്. മാത്രമല്ല, മന്ത്രി റോഷി അടക്കം മറ്റുള്ള ആളുകൾ, NJ ജയരാജ് അടക്കമുള്ള MLA-മാരടക്കം അതിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പുറത്തു വന്ന വാർത്തകളിൽ വസ്തുതാ വിരുദ്ധമാണ് എന്നാണ് ഇപ്പോൾ ഒരു വിശദീകരണം MP-യുടെ ഓഫീസിൽ നിന്നും പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിന് പിന്നിൽ ചില അജണ്ടകൾ കൂടി ഉണ്ട് എന്നും ആരോപിക്കുന്നുണ്ട്. അതായത് സമൂഹ മധ്യത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ അപകീർത്തിപ്പെടുത്താൻ കരിവാരിത്തേക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരം പ്രചാരണങ്ങൾ, വാർത്തകൾ എന്നാണ് ഇപ്പോൾ MP-യുടെ ഓഫീസ് വ്യക്തമാക്കുകയും ചെയ്തു. നേരത്തെ ചെയ്ത് പറഞ്ഞതുപോലെ ഇടതുമുന്നണി യോഗത്തിൽ നേരത്തെ കേരള കോൺഗ്രസിന്റെ ആരും തന്നെ പങ്കെടുത്തിരുന്നില്ല. അന്ന് പങ്കെടുക്കാൻ അസൗകര്യമുണ്ടെന്ന് കൃത്യമായി തന്നെ അറിയിച്ചുവെന്ന് അതിന് പിന്നാലെ പറയുകയും ചെയ്തു. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ജോസ് കെ മാണിയുടെ അസാന്നിധ്യം ചർച്ചയാകുന്നത്. എന്തായാലും അത് കൃത്യമായ വിശദീകരണം MP-യുടെ ഓഫീസിൽ നിന്നും അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ. ശരി, ബിനിൽ ലീല സാബു ആണ് വിവരങ്ങൾ നൽകിയത്.